ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാബുദാന വട അല്ലെങ്കിൽ ചവ്വരി കൊണ്ടുള്ള വട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 തവണ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൻ്റെ പുറമേയുള്ള സ്റ്റാർച്ചൊക്കെ പോകുന്നവരെ ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ചവ്വരിയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുതിർക്കാൻ വയ്ക്കാം. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും വേണം ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ. ഇനി ഇത് കുതിർന്നു വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ തയ്യാറാക്കി വെക്കാം. ആദ്യം തന്നെ കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് 1/2 കപ്പ് കപ്പലണ്ടി ചേർക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇത് വറുത്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. കപ്പലണ്ടിയുടെ തോല് കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ തീരെ ഫൈനായിട്ട് പൊടിക്കേണ്ടതില്ല, ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഈ വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ചവ്വരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതായത് ചവ്വരിയുടെ ഉള്ളിൽ ഒട്ടും തരി പോലെ ഉണ്ടാവരുത്. കണ്ടോ, നമ്മളിത് ഞെക്കുമ്പോൾ ഒട്ടും തരിയായിട്ടുണ്ടാവാതെ നല്ല പോലെ കുതിർന്ന് കിട്ടണം. ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോഴേക്കും ചവ്വരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർക്കാം. 2 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, കുറച്ച് മല്ലിയില അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും, 2 ഉണക്കമുളക് അരിഞ്ഞത്, 2 ടീസ്പൂൺ നാരങ്ങാനീര്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് വടയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ചേർക്കാം. നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് കട്ടയില്ലാതെ നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേക്കും വട പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. ഇനി വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കണം. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിതിൽ അരിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഉരുട്ടിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളത്തിൽ ഒരു വിരൽ മുക്കിയിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. ഈ ഷേപ്പിൽ തന്നെ തയ്യാറാക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുത്താൽ മതി. പിന്നെ ഈ വടയുടെ ഷേപ്പിൽ തയ്യാറാക്കി എടുത്താൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴേക്കും ഉള്ളിലും കൂടി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് മുരിച്ചെടുക്കാം. ഇത് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ചുകൂടി വീർത്ത് വരും. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരി കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഈ സാബുദാന വട ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.